പ്ലസ് ബി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് ബാക്കപ്പ് എങ്ങനെ എടുക്കാമെന്ന് കുറിച്ച് നോക്കാം. രണ്ട് തരത്തിൽ ബാക്കപ്പ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കപ്പ് കൊടുക്കാനും, ഒന്ന് സോഫ്റ്റ്വെയർ എക്സിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ബാക്കപ്പുമാണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്ന് ബാക്കപ്പ് എങ്ങനെ കൊടുക്കുന്നതെന്ന് കുറിച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തെ സൈഡിൽ കാണുന്ന യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്കപ്പ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ബാക്കപ്പ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും. ഈ വിൻഡോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഒരു പെൻഡ്രൈവോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ വാങ്ങിയിട്ടാണ് ബാക്കപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഏത് ഡ്രൈവിലേക്കാണോ ആ ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഉത്തമമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അതിനുവേണ്ടി നമ്മളിപ്പോൾ ജെ എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബാക്കപ്പ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. ജെ എന്ന് പറയുന്ന ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മളിവിടെ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്ലസ് ബി ബാക്കപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലസ് ബി ബാക്കപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് വരാം. സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്കിവിടെ കാണാം പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ വിൻഡോൻ്റെ അകത്ത് പാത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. വിൻഡോൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഡ്രൈവിലാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയത് ജെ എന്ന് പറയുന്ന ന്യൂ വോളിയം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലസ് ബി ബാക്കപ്പ് ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും പ്ലസ് ബി ബാക്കപ്പ് ജെ എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കാണിക്കും. പിന്നെ ഇവിടെ കാണിക്കുന്ന ഫയൽ നെയിമാണ്. അപ്പോൾ ഫയൽ നെയിം നമ്മൾ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഷോർട്ട് നെയിമും നിങ്ങളുടെ ഡാറ്റാബേസിൻ്റെ നമ്പറും. ഈ നമ്പർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് 23/8/2025. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പേര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ടേക്ക് ബാക്കപ്പ് കൊടുക്കുകയാണ്. ടേക്ക് ബാക്കപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും കംപ്ലീറ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് വരും. ഈ മെസ്സേജ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മെസ്സേജ് വന്നതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിൻഡോ ക്ലോസ് ആവും. അതിനുശേഷം സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലിൻ്റെ അകത്തേക്ക് ബാക്കപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ബാക്കപ്പ് കൊടുക്കുന്നവരാണ് അവർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ബാക്കപ്പ് വന്നു. അതിനുശേഷം നമുക്കിനി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എക്സിറ്റ് ചെയ്യുമ്പോഴുള്ള ബാക്കപ്പ് വരുന്നതിനെ കുറിച്ച് നോക്കാം. അത് ഏത് ഫോൾഡറിലേക്കാണ് സേവ് ആവുന്നതിനെ കുറിച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. ആർ യു ഷുവർ എക്സിറ്റ് ഫ്രം ആപ്ലിക്കേഷൻ എന്നുള്ളത് അത് യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കും ആർ യു ഷുവർ ബാക്കപ്പ് ഡാറ്റ എന്നുള്ളത്. ബാക്കപ്പ് ഡാറ്റ നിങ്ങൾ എപ്പോൾ ക്ലോസ് ചെയ്യുമ്പോഴും ആർ യു ഷുവർ ബാക്കപ്പ് ഡാറ്റ എന്ന് പറയുന്ന വിൻഡോ വരും. അത് യെസ്സോ അത് സർവർ സിസ്റ്റത്തിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കാണിക്കുക. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന യൂട്ടിലിറ്റിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ബാക്കപ്പ് നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നും ബാക്കപ്പ് കൊടുക്കാവുന്നതാണ്. സർവർ സിസ്റ്റം വേണമെന്നില്ല. പക്ഷേ ഈ ബാക്കപ്പ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സർവർ സിസ്റ്റത്തിൻ്റെ അകത്തായിരിക്കും എക്സിറ്റ് ബാക്കപ്പ് വരിക. നമ്മളുടെ എക്സിറ്റ് കൂടി യെസ് കൊടുക്കുകയാണ്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രസ് എനി കീ ടു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വരും. ഓക്കെ പ്രസ് ചെയ്യുക. ബാക്ക് കംപ്ലീറ്റ്. ഈ ബാക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഡാറ്റാബേസിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ഇതിന്റെ സമയവും കാര്യങ്ങളും എടുക്കുക. അതായത് അത്യാവശ്യം സൈസുള്ള ഒരു ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ നല്ല ടൈം എടുക്കും. കാരണം എല്ലാ ഫയലുകളും ബാക്കപ്പ് ആയി വരാൻ വേണ്ടിയിട്ട് നേരത്തെ യൂട്ടിലിറ്റിയിൽ കാണിച്ചിരിക്കുന്ന ഫയലും കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഏത് ബാക്കപ്പ് കൊടുക്കുക വെച്ചാലും ബാക്ക് കംപ്ലീറ്റഡ് ഓക്കെ എന്ന് പറയുന്ന മെസ്സേജ് വരും. അതിനുശേഷം മാത്രം നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യും. ഇനി നമുക്കത് ഏത് ഫയലിലേക്ക് വരുന്ന ഓപ്ഷൻ നോക്കാം. അതിന് വേണ്ടി ഇപ്പോൾ നമ്മളത് ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ നോർമലി നമ്മുടെ സോഫ്റ്റ്വെയർ ഏത് ഫയലിലാണോ അതിലേക്കാണ് നമ്മൾ എക്സിറ്റ് ബാക്കപ്പ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് നോക്കാം. ദിസ് പി സി എന്ന് പറയുന്ന ഫോൾഡർ ഡി എന്ന് പറയുന്നതായിരിക്കും നമ്മളെ നോർമലായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ പ്ലസ് ബി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യുക. നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്കിവിടെ എന്ത് ചെയ്യാം, മൗസ് ഈ പ്ലസ് ബി എന്ന് പറയുന്ന ഐക്കൺ സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം. ബാക്കപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിക്കും. അതിൽ നമ്മൾ ഓരോ മന്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ബാക്കപ്പുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മാസം വരുന്ന ആഗസ്റ്റാണ്. ആഗസ്റ്റിനകത്ത് നമ്മൾ ഇന്ന് 23-ാം തീയതി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഡേറ്റ് വെച്ച് അതാത് ഡേറ്റിൻ്റെ ഫോൾഡർ കാണിക്കും. അപ്പോൾ 23-ാം തീയതിയാണ്. ഇവിടെ നമ്മൾ കണ്ടില്ല, നമ്മളിപ്പോൾ 11:40 കൊടുത്തിരിക്കുന്ന ബാക്കപ്പ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് നോക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന സമയം എന്നീ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ബാക്കപ്പും കൊടുക്കുന്ന ആൾ അത് ആരാണോ അവർ നിർബന്ധമായിട്ടും ബാക്കപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്.